ഇനി നമുക്ക് പെട്ടെന്നൊരു മീൻകറി വെക്കാം. അതിനായി ഞാനിവിടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം എണ്ണ ചൂടായ ശേഷം കടുകും ഉലുവയും ഇട്ട് കൊടുത്തു. അത് പൊട്ടിയ ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്ത ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചതച്ചു. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വരട്ടിയെടുക്കാം. നല്ലപോലെ വരട്ടിയെടുക്കണ്ട. ഇതിൻ്റെ ഒരു മണം അടിക്കത്തില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മണം അടിക്കില്ല. ആ ഒരു പാകം എത്തുമ്പോൾ നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ ഒരു പാകം എത്തിയപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. പിന്നെ ഒരു ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മുളക് പൊടി ചേർക്കേണ്ടതായിരുന്നു, വിട്ടുപോയി, ഇടയ്ക്ക് വെച്ചാണ് ചേർത്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും ചേർക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. മസാല ഇടുമ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ മറ്റൊരു അടുപ്പിൽ ഒരു 4 കഷ്ണം പുളിയിട്ട് കുടംപുളിയിട്ട് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത്രയും വരട്ടിയെടുത്ത് ഈ സമയത്താണ് ഞാൻ ചില്ലി ഇട്ട് കൊടുത്തത്. ഞാൻ ആദ്യമേ പറയുന്നത് ചില്ലി ഇടാൻ ഞാൻ മറന്നുപോയെന്ന്. ഇപ്പോഴാണ് ഞാൻ ചില്ലി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തിളങ്ങിയ പോലെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ച ആ പുളിവെള്ളത്തിൻ്റെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇനി എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരണം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന പുളിയും പുളിവെള്ളവും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പും പുളി എരിവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയും എരിവും മുന്നിട്ട് നിൽക്കണം. മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിലും പിടിക്കാനുള്ള ഉപ്പും പുളിയും എരിവും കൂടി ഉണ്ടായിരിക്കണം ചാറിന്. കഷ്ണം ഇട്ട് കഴിഞ്ഞ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോഴേക്കും ചാറിലേക്ക് കഷ്ണമൊക്കെ മുങ്ങിക്കിടന്നോളും, ഈക്വലായിട്ട് കിടന്നോളും. അതിനുശേഷം ഞാൻ പകുതി വരെ മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പകുതിയെ മൂടിയിട്ടുള്ളൂ, ഫുള്ള് മൂടി വെച്ചിട്ടില്ല. നന്നായി തിളച്ച ശേഷം നമുക്ക് ഒന്നും കൂടെ ചുറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റത്തേക്കാണ് മൂടി വെക്കുന്നത്. 10 മിനിറ്റത്തേക്ക് വെക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ചുറ്റിച്ചൊന്ന് കൊടുക്കണം. ഇനി നമുക്കൊന്നുകൂടി ചുറ്റിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. നമ്മുടെ മീൻകറി റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആവത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.